അപ്പൊ ഗൾഫിൽ നിന്ന് സൈലത്തിൽ വന്നിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തോന്നി എന്താ? ഉമ്മയുടെ ചോയ്സ് ആണ് സൈലം എന്ന് പറഞ്ഞാലും. എന്നെ അട്രാക്ട് ചെയ്തത് സൈലത്തിന്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിരുന്നു. LMRP ഇല്ലേ, അതാണ് ശരിക്കും ഒക്കെ പക്കാക്കിയത് ലാസ്റ്റില്. സ്ട്രെസ് ഒക്കെ തോന്നിയിരുന്നോ സൈലത്തിൽ? സ്ട്രെസ് ഇല്ല, അതൊരു കാര്യം. സ്ട്രെസ് ഇല്ലാതെ എണീറ്റിന് വിളിച്ചത്. മോള് ഹാപ്പി ആയിരുന്നു, മോള് കംഫർട്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ അടുത്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാ ലെവൽ ക്വസ്റ്റ്യനും സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. സോ ബേസിക്കലി അത് മാത്രം ചെയ്താൽ തന്നെ നീറ്റിന് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ നീറ്റൊക്കെ കഴിഞ്ഞ് ഭയങ്കര രസമായി 700 കടന്നതിൻ്റെ സന്തോഷത്തിൽ അലീഷ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അലീഷ കോഴിക്കോട്ടെ ക്യാമ്പസിലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളിൽ ഒരാളാണ്. അലീഷയെ സംബന്ധിച്ചിടത്തോളം കേരളം തന്നെ പുതിയതായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ഖത്തറിൽ പഠിക്കുന്നു, +2 കഴിയും വരെ. അത് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സൈലത്തിൻ്റെ ക്യാമ്പസിൽ വരുന്നു. ഗംഭീരമായി റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ച് അത്ഭുതപ്പെടുത്തിയെന്നൊന്നും ഞാൻ പറയില്ല. കാരണം നീറ്റിന് തൊട്ട് മുമ്പേ അലീഷയുടെ ഹോസ്റ്റലിൽ, ബീറ്റ ഹോസ്റ്റലിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഓരോ ഹോസ്റ്റലിലും പോകുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ എക്സ്ക്ലൂസിവിറ്റിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ലിമീർ സാറ് കോഴിക്കോട്ടെ അക്കാഡമിക് കോർഡിനേറ്റർ എന്നോട് അലീഷയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അലീഷയുടെ മാർക്ക് അവരൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത 700 എത്തും എന്ന കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലീഷയ്ക്ക് അത്ഭുതം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും അലീഷയുടെ മാർക്കിലൊന്നും അത്ഭുതമില്ല. അലീഷയ്ക്ക് അത്ഭുതം ഉണ്ടോ ശരിക്കും? ശരിക്കുണ്ട്. കാരണം എക്സാം കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും കുറച്ച് ഒരു ഡിഫിക്കൽട്ടായിരുന്നു. ഫിസിക്സ് ആയാലും ബോട്ടണി കുറച്ച് ലെങ്തി ആയി തോന്നി. പക്ഷെ അത് മോള് +2 കഴിഞ്ഞ് ഉടനെ എഴുതിയല്ലേ? അപ്പോൾ അതിനേക്കാളും ടഫായിട്ടാണ്. കാരണം ഒന്നും പഠിക്കാതെ എഴുതിയപ്പോൾ എനിക്ക് അപ്പോൾ 500+ ഉണ്ടായിരുന്നു. അത്ര സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. ഇക്കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം മറിച്ച് നോക്കുമല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോക്കായി. പിന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി മാർക്ക് നോക്കുമ്പോഴാണ് മാർക്ക് പറയണ്ട നമുക്ക്. ഓക്കെ, അതെടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതേ, ഞാൻ നേരത്തെ ഗൾഫിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഗൾഫിൽ നിന്ന് ഇങ്ങ് കേരളത്തിൽ വന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം എന്ന് തോന്നി, സൈലത്തിൽ വന്നിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തോന്നി എന്താ? അത് ഉമ്മയുടെ ചോയ്സ് ആണ്. സൈലം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ എല്ലാ വീഡിയോസും കാണാൻ, എന്ത് സാറിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിരുന്നു ഉമ്മ തന്നെയാണ്. എങ്ങനെ പഠിക്കുക, എന്താ പഠിക്കേണ്ട ഒക്കെ ഉമ്മയാണ്. ബേസിക്കലി അവസ്ഥയിൽ എത്തിയത് തന്നെ ഉമ്മ പറഞ്ഞു. അപ്പൊ എന്താ സൈല ആദ്യം ഞാൻ വന്നപ്പോൾ ഹോസ്റ്റൽ ലൈഫ് അത് കുറച്ച് പേടിയായിരുന്നു. പിന്നെ എന്താ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒക്കെ ഒരു ഹാപ്പി മെമ്മറി ആയിട്ട്. രസമുണ്ടായിരുന്നു ഹോസ്റ്റലൊക്കെ? സ്ട്രെസ് ഒക്കെ തോന്നിയിരുന്നോ സൈലത്തിൽ? സ്ട്രെസ് ഇല്ല, അതൊരു കാര്യം. സ്ട്രെസ് ഇല്ലാതെ എനിക്ക് വിളിച്ചത് ഇവിടെ കൂളായി പഠിക്കാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം? എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എല്ലാ ലെവൽ ക്വസ്റ്റ്യനും സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ബേസിക്കലി അത് മാത്രം ചെയ്താൽ തന്നെ എന്താ നീറ്റിന് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു ദിവസം ഇങ്ങനെ വന്നിരുന്ന് നമ്മളെ ലൈഫ് പറയാനാവും എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു പഠിക്കുമ്പോൾ? ഇല്ല, പക്ഷെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ വരണമെന്ന്. ഇപ്പൊ ആ സ്വപ്നമൊക്കെ നടന്നതിന്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ടോ ശരിക്കും? പിന്നെ എങ്ങനെയുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഉമ്മയ്ക്കും വീട്ടിലെല്ലാവർക്കും ഒക്കെ അല്ലേ? അവരുടെ ഒക്കെ ആഗ്രഹത്തിനനുസരിച്ച് മോള് പോയി അല്ലെ? അവരുടെ ഒക്കെ ആഗ്രഹിച്ചൊരിടത്ത് മോള് പോയി ചെന്ന് നിന്ന് ഒടുവിൽ എങ്ങനെയുണ്ട് അവരുടെ ഫീൽ കാണുന്നുണ്ട്? വേറൊരു അഭിമാനമാണ്. കാരണം ഫാമിലിയിൽ ഫസ്റ്റ് ടൈം ഡോക്ടർ ഞാനായിരിക്കും. അതുകൊണ്ട് ഒരു പ്രൗഡ് ഫീലിംഗ്. കുറച്ചുകൂടെ പറയും ആ ഫീലിങ്ങിനെ കുറിച്ച്, കേൾക്കട്ടെ എല്ലാ ആളുകളും. ഫാമിലിയിലെ ആദ്യത്തെ ഡോക്ടറായിട്ട് അലീഷ വരികയാണ്. ആ ഫീലിംഗ് പറയും ശരിക്കും. എല്ലാരും വിളിച്ചോ മോളെ? ഞാൻ ഉപ്പാൻ ആദ്യം വീഡിയോ കോൾ ചെയ്തു മാർക്ക് പറയാൻ. ഉപ്പ പറഞ്ഞാല് സന്തോഷമുണ്ട്. അതിനിപ്പോ മാർക്ക് റിസൾട്ട് വന്നിട്ട് ബാക്കി എല്ലാരും വിളിച്ചോ മോളെ ഇങ്ങോട്ടേക്ക്? അത് ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ എല്ലാരെയും വിളിക്കാനായിട്ടില്ലല്ലോ, മാർക്ക് ശരിക്കും കൺഫേം ആവണ്ടേ. എന്നിട്ടാണ് നമ്മളെ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വീട്ടിലാരും അനിയനല്ലാതെ വേറെ ആരും ഉള്ളത്? അനിയത്തിയുണ്ട്. അനിയത്തി എത്രാം ക്ലാസ്സിൽ? 10th പഠിക്കുമോ നല്ല ഉഷാറായിട്ട്? അനിയത്തി ഇവിടെയാണോ അതോ ഗൾഫിലാണോ? അല്ല, ഇവിടെ നാട്ടിലാണ് പഠിക്കുന്നത്. നാട്ടിൽ തന്നെ. അനിയനോ? അനിയൻ നാട്ടിലാണ്. രണ്ടുപേരും നാട്ടിൽ തന്നെ. അവര് ഹോസ്റ്റലിലൊക്കെ സത്യത്തിൽ കോഴിക്കോട്ട് തന്നെ ആയിരുന്നു അലീഷയുടെ വീട് അല്ലേ? എന്നിട്ട് എന്താ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചത്? കാരണം വീട്ടില് ഡിസ്ട്രാക്ഷൻ എന്തായാലും ഉണ്ടാകും. ഒരു കല്യാണം ഉണ്ടായാൽ മതി, പിന്നെ ഞാൻ പഠിക്കൂല. പിന്നെ ഒരു സീരിയസ്നെസ് കിട്ടണമെങ്കിൽ വേറെ കുട്ടികളൊക്കെ ഇരുന്ന് പഠിച്ച് കോമ്പീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആ ഒരു നീറ്റ് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അപ്പോഴേ അറിയുള്ളൂ.
ഹൈബ്രിഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൈബ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റം, ഒരു ദിവസം ക്ലാസ്സും ഒരു ദിവസം ഹോസ്റ്റല്. ഒരു ടോപ്പിക് തന്നെ 2 ദിവസം പഠിക്കുന്നതുകൊണ്ട് അത് അപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ LMRP ഇല്ലേ, അതാണ് ശരിക്കും ഒക്കെ പക്കാക്കിയത് ലാസ്റ്റിൽ. LMRPയുടെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു നീറ്റിന്. LMRP നടക്കുമ്പോഴേക്കാണ് എല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക് ആയത് അല്ലേ? ദാറ്റ് മീൻസ് റിവിഷൻ ആണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആക്കുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് ആയാലും ഒക്കെ കുറേ പേര് മടിച്ചിരുന്നു ഹോസ്റ്റലിന് മോക്ക് ടെസ്റ്റ് എടുക്കാനും. ഒരുപാട് ടൈം പോകുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റ് എഴുതിയത് നന്നായി. മോക്ക് ടെസ്റ്റ് ആണ് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തത് അല്ലേ? പിന്നെ നമ്മൾ ഒരു ദിവസം ക്യാമ്പസിലും ഒരു ദിവസം ഹോസ്റ്റലിലും വരുന്ന സമയം കിട്ടിയോ നന്നായിട്ട്? അതാണ് സത്യത്തിൽ ഗുണമായി എന്ന് തോന്നുന്നുണ്ടോ? ഹൈബ്രിഡ് മോഡലാണ് സത്യത്തിൽ റിസൾട്ട് ആവാൻ സഹായിച്ചെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ദിവസവും ക്ലാസ് ഉള്ള ഒരു സൺഡേ മാത്രം ഒഴിവ് കിട്ടുന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ചെറുതായിട്ടൊരു മടുപ്പ് വരും. ഇതാണ് കുറച്ചും കൂടെ രസമായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മെന്റേഴ്സും? എൻ്റെ മെന്റർ വിസ്മയ മിസ് ആയിരുന്നു. എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നു. പേപ്പർ തരുന്നതായാലും പിന്നെ ഡൗട്ട് സെർച്ച് ചെയ്യാനൊക്കെ മിസ് ഫോണിലൊക്കെ സെർച്ച് ചെയ്യാൻ തരുന്നു. ഹോസ്റ്റലിലെ ലൈബ്രറി ഒക്കെ ലൈബ്രറി യൂസ് ചെയ്യാറുണ്ട്. ഫിംഗർ ടിപ്സ് എല്ലാം നോക്കിയിരുന്നു. വാർഡൻ എങ്ങനെ ഉണ്ടായിരുന്നു? വാർഡനായിട്ട് അടിപൊളിയാണ്. എൻ്റെ അസുഖം വന്നാലൊക്കെ വീട്ടിൽ നിന്ന് കിട്ടണ അതേപോലത്തേക്ക് വിളിച്ചവരൊക്കെ വാർഡനായിട്ട് വിളിച്ചില്ല, മെന്ററിനെ വിളിച്ചു. വിളിക്കണ്ടേ? എല്ലാവരെയും വിളിച്ചൊക്കെ പറയണ്ടേ നമുക്ക്? വീണ്ടും എന്നും വന്നുകൊണ്ടിരുന്ന ക്യാമ്പസാ അല്ലേ? എന്നും ഇവിടെ വന്നുകൊണ്ടിരുന്ന. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ വന്നതിൽ നിന്ന് മാറി ഒരു പുതിയ സ്ഥലത്ത് വരുന്ന പോലെ ഉണ്ടോ ഇന്ന് വരുമ്പോ? കഴിഞ്ഞ ദിവസം വരെ മോക്ക് ടെസ്റ്റ് ചെയ്താണ് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ക്ലാസ്സിൽ പോയത്. ഇപ്പം എൻ്റെ ഒപ്പം സന്തോഷത്തിലൂടെ വരാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും മോളെ കാണാൻ അങ്ങോട്ടേക്ക് വരും വീട്ടിലേക്ക്. എന്താ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത്? കണ്ണൊക്കെ സന്തോഷത്തിന്റെ കണ്ണ് നിറഞ്ഞു വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കണ്ണൊക്കെ നിറഞ്ഞിരുന്ന് അഭിമാനത്തോടുകൂടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മീനിങ് ഫുള്ളായി തീരുന്നത്. ചുമ്മാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിനേക്കാളും എല്ലാവരുടെയും കൂടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എഫേർട്ട് നല്ല എഫേർട്ടായി തോന്നിയിരുന്നില്ല? അന്നൊക്കെ മക്കൾക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നതായി തോന്നിയിരുന്നില്ല എല്ലാ ടീച്ചേഴ്സും? പഠിപ്പിക്കുന്ന ഇടയിലൊക്കെ കുറെ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞിരുന്നു സാറുമാര്. അത് നീറ്റിന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ അവർ പറഞ്ഞൊന്നുണ്ട് നന്നായി. കാരണം DPPs ചെയ്യുമ്പോൾ എങ്ങനെ തോന്നിയിരുന്നു? DPP ആണ് എല്ലാതും. അത് പഠിച്ചാൽ തന്നെ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ് പക്കാക്കാം. നമ്മൾ മാത്രമായി ക്രിയേറ്റ് ചെയ്തൊരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു അത്തരം ഒരു DPP എന്ന് പറയുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾക്ക് വേണ്ട എല്ലാ റെലവൻ്റായ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലായിരുന്നു DPP നമ്മൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായി തോന്നിയിരുന്നു നീറ്റ് എഴുതുമ്പോൾ? ഇതൊരു ചെറിയ റിവിഷന് വേണ്ടി വേഗം മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലാണ് DPP. അപ്പോൾ അങ്ങനെ തന്നെ ഒരു മൈൻഡ് മാപ്പും തലേ ദിവസം ഞാൻ മൈൻഡ് മാപ്പ് നോക്കിയിട്ട് എല്ലാ ചാപ്റ്ററും ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് മൈൻഡ് മാപ്പ് നോക്കി തീർക്കാൻ പറ്റി. അങ്ങനെ നമ്മളുടെ അക്കാഡമിക്സിന് തന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് കിട്ടാൻ സാധിച്ചിരുന്നു അല്ലേ? അപ്പൊ എല്ലാ രീതിയിലും ഹാപ്പിയാണ്. അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്നവരോട് എന്താ നമുക്ക് പറയാം? അടുത്ത വർഷം നീറ്റ് എഴുതുന്നത് ആദ്യമായിട്ട് ഓൾ ദ ബെസ്റ്റ്. പിന്നെ സൈലത്തിൽ വന്നാൽ എനിക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. അതല്ലാണ്ട് സൈലത്തിൽ അവർ വരും. അതല്ലാണ്ട് എങ്ങനെ സൈലത്തിൽ വന്ന് കയറിയാൽ അവർ എന്ത് ചെയ്യണമെന്ന് അവരോട് പറയാനുള്ളത്? അവരുടെ ഡെഡിക്കേഷനെ കുറിച്ച്. ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, വർക്കൊക്കെ ഒഴിച്ചിരുന്ന് പഠിക്കുക. നമ്മൾ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞാണ് അലീഷ അവസാനിപ്പിക്കുന്നത്. ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് അലീഷയുടെ മുഖത്തുള്ളത്. ഉപ്പ ഇപ്പം എവിടെയാണുള്ളത്? ഖത്തറിൽ ഉപ്പ അലീഷയെ കാണും. അലീഷയുടെ വീഡിയോ ഒക്കെ കാണും. ഇന്നലെ വീഡിയോ കോളിലൊക്കെ ചെയ്തതാണ്, പക്ഷേ അവിടെ ഇരുന്ന് കാണും അല്ലേ? എല്ലാവരും അലീഷയെ കാണും. ലോകം അലീഷയെ കാണാവുന്ന അവസ്ഥയിലേക്ക് ഹാർഡ് വർക്ക് അലീഷയെ എത്തിച്ചു. അങ്ങനെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിക്കൊപ്പം ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭയങ്കര സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു നിർത്താം അല്ലേ നമുക്ക് എല്ലാവർക്കും? അപ്പോൾ അലീഷയുടെ പേരിലും അലീഷയെ പോലെ 700 മാർക്കും ഒരുപാടേറെ മാർക്കും ഒക്കെ ആയി കൈ നിറയെ MBBS ആയി ഇതുവഴി ഇങ്ങനെ ഓടിക്കളിച്ച്
ഒരു ദിവസം കൊണ്ട് അപ്പടി മാറിയിട്ട് പുതിയ ആളുകളായി കയറി വന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരിൽ എല്ലാവർക്കും